വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വേറൊരു സ്പെഷ്യൽ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആസ് യൂഷ്വൽ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടുപ്പിക്കാതെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനൊരു 1 kg അടുത്ത് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ഫുൾ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റുള്ള ചിക്കൻ മാരിനേഷൻ പോലെ മസാല കാണാൻ പറ്റില്ല, ഈ പെപ്പർ പൗഡറും സോൾട്ടും മാത്രമായുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും ബട്ടറുമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗാർലിക് ചിക്കൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ഒലീവ് ഓയിലും ബട്ടറിലാണ് ചെയ്യുന്നത്. ആ ബട്ടറിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്നൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്ന വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഒരു 5 to 8 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അതേ അങ്ങനെ ഫുൾ ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് മുഴുവൻ ഇതേ സ്റ്റെപ്പിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിച്ച് തീർക്കരുത്, നമുക്കിതുകൊണ്ട് വേറെ പണിയുണ്ട്. അങ്ങനെ ആ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ബാക്കി ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടി ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം 2 മീഡിയം സവാള നല്ല ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അത് നല്ലോണം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് ഫൈനലി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഗാർലിക് 2 ടേബിൾ സ്പൂൺ പറയാൻ കാരണം ഓരോരുത്തർ എടുക്കുന്ന വെളുത്തുള്ളിയുടെ എന്താ പറയുക വലുപ്പം വേറെ വേറെ ആവും. അപ്പോൾ ഞാൻ അതാണ് ടേബിൾ സ്പൂൺ കണക്കിൽ പറഞ്ഞത്. അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല വേവിച്ചെടുക്കുക. ശേഷം ഇതാ ഒരു ഹാഫ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ആഡ് ചെയ്തിട്ടില്ല, ഹാഫേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ആ ചിക്കൻ്റെ നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് ലെമൺ കൂടി സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക. അതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഇത്തിരി സോൾട്ട് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിലും സോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാഗി ക്യൂബ് കൂടെ ആഡ് ചെയ്തതാണ്. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 250 ഗ്രാം ഫ്രഷ് ക്രീമാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ മിക്സിലോട്ട് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടി നല്ല മിക്സ് ആവുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ വെള്ളവും ഫ്രഷ് ക്രീമും ഒക്കെ നല്ല മിക്സായിട്ട് ആവശ്യത്തിനൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് തൈം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. തൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറിഗാനോൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഡ്രൈഡ് ലീഫാണ്. നല്ല ഫ്ലേവർ കിട്ടും. ഓപ്ഷനിലാണ്, മസ്റ്റല്ല. ഞാൻ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. ശേഷം കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ നമ്മൾ ചിക്കൻ നേരത്തെ മാറ്റി കോരി വെക്കുമ്പോൾ ഉണ്ടായതില്ല ബാക്കി ബട്ടറൊക്കെ അല്ലേ, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കുക്ക് ചെയ്തിട്ട് ആ പാനിൽ തന്നെയാണ്, ആ ബട്ടറിൽ തന്നെയാണ്. പക്ഷേ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. ആ ചിക്കൻ്റെ ഫ്രൈ ചെയ്തതിൻ്റെ ആയിട്ടുള്ള അതിലിറങ്ങിയ വെള്ളത്തിൻ്റെ ഒക്കെ ആയിട്ട് നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതാ ചിക്കനും നമ്മുടെ ക്രീം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 to 10 മിനിറ്റ്സ് ഓർ 5 to 8 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ ആ ക്രീമും ചിക്കനും നല്ലോണം മിക്സ് ആവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഞാൻ ഇത് ഇത്തിരിയും കൂടി ടൈം ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. പക്ഷേ ഞാൻ അതൊരു ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. നമ്മളെന്നും ഒരേപോലത്തത് കഴിക്കുന്നതിനേക്കാളല്ലേ വെറൈറ്റി ട്രൈ ചെയ്ത് കഴിക്കാമല്ലോ. പേഴ്സണലി കഴിച്ചപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എനിക്കും എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് വീട്ടുകാർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാന്ന് പറയല്ല, നിങ്ങൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മളുടെ ഫുഡ് വ്ളോഗേഴ്സൊക്കെ പറയുന്ന പോലെ തന്നെ പറയാൻ മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നമ്മളെ ലഞ്ച് ബോക്സ് റെസിപ്പിയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.